ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരുന്ന ഒരു ദിവസമാണ്. സോ മോർണിംഗ് തന്നെ ഒരു 5 o'clock എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളൊരു 5:25 വരെ റുട്ടീൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്സ് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. സോ മാത്സിൽ നിങ്ങൾ കുറച്ച് പ്രോ ആണെങ്കിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അതൊരു വല്ലാത്തൊരു അടിപൊളി ഹെൽപ്പായിട്ട് മാറുന്നതായിരിക്കും. സോ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കമൻറ്റായിട്ട് പറയാം എങ്ങനെ മാത്സ് അടിപൊളിയായിട്ട് പഠിക്കുക, എങ്ങനെ നല്ല മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുശേഷം കുറച്ചൊരു മാത്സും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് പിന്നെ ഞാനൊരു 5 minutes പവർ നാപ്പ് എടുക്കാമെന്ന് വെച്ച് കിടന്നതായിരുന്നു. പക്ഷേ എണീറ്റത് ഒരു 1.5 മണിക്കൂറിന് ശേഷം ആയിപ്പോയി. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ കുളിയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 8:30 ആയപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഞാൻ വായിച്ചു, പിന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കി. എന്നിട്ട് പിന്നെ ക്ലാസ് കണ്ടു. അങ്ങനെ കുറച്ച് നേരം അത് പോയി. എന്നിട്ട് പിന്നെ ഒരു പവർ നാപ്പ് എടുത്തു. സെയിം അവസ്ഥ തന്നെ ഒരു 1.5 മണിക്കൂർ ശേഷമാണ് ഞാൻ എണീറ്റുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം മുഖമെല്ലാം കഴുകി ഫുഡ് അതായത് ഒരു ബനാനൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു സ്നാക്കും ഉണ്ടായിരുന്നു, സ്വീറ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. എന്നിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫിസിക്സിൻ്റെ ബാക്ക്ലോഗ് കണ്ടു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടു തീർക്കായിരുന്നു. പിന്നെ ഞാൻ ഉച്ചവരെയുള്ള വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റഡി ചാലഞ്ചിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഡു ഓർ ഡൈ ബാറ്റിൽ പോലെയാണ്. ഒരു 7 days ചാലഞ്ചാണ്, സ്റ്റഡി ചാലഞ്ചാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 10 days ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പോളിലൊക്കെ ഇട്ടത് 10 days ആണ്. പക്ഷേങ്കിൽ 10 days കൃത്യം എടുത്ത് കഴിഞ്ഞാൽ അത് ശരിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു 7 days or 6 days ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കംഫർട്ടാണ്, നിങ്ങൾ പഠിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയും. അപ്പോൾ എന്തായാലും 10 days മിനിമം ആ ഒരു ദിവസങ്ങളായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു 10 days നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സബ്ജക്റ്റാണ്. ഒന്ന് നമ്മുടെ സയൻസ് മൊത്തവും, പിന്നെ നമ്മുടെ മാത്സും സോഷ്യലും, ഈ സബ്ജക്ട്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്യുക, പഠിക്കുക. അടിപൊളിയായിട്ട് സെറ്റായി കഴിഞ്ഞാൽ തന്നെ മോഡൽ എക്സാമിന് നല്ലപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചാലും പിന്നെ കുറച്ച് 2-3 ദിവസം നമുക്കത് ആവശ്യമുണ്ടാവും. അപ്പോൾ ഈ 5 സബ്ജക്റ്റും അടിപൊളിയായിട്ട് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ പഠിച്ചു തീർക്കുക. ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര ചാപ്റ്റേഴ്സ് വേണമെങ്കിലും പഠിച്ചു തീർക്കാവുന്നതാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ പഠിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ കുറേ ചാപ്റ്റേഴ്സും നിങ്ങൾ ലീവ് എടുക്കുന്ന ദിവസങ്ങളിൽ പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ച് എവിടെ വരെ എത്തി, ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് വേണോ, പിന്നെന്താണ് വേറെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ ഞാൻ മാത്സിൻ്റെ ടിപ്സ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഒരു ഹെൽപ്പ് അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക. നിങ്ങളെ കൊണ്ട് മറ്റൊരാൾ വന്നായാൽ നിങ്ങൾക്ക് ഞാൻ ക്രെഡിറ്റ്. ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഈ ഒരു ചാലഞ്ചിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സംടൈംസ് ഇത് പറ്റിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.